കൂമൻകാവിൽ ബസ്സു നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ ഏറുമാടങ്ങളുടെ നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം. അന്ന് രവി ബസ്സിറങ്ങിയത് മലയാള സാഹിത്യത്തിന്റെ മടിത്തട്ടിലേക്കാണ്. വാക്കുകളുടെ, വർണ്ണനകളുടെ അനുഭൂതി മലയാളിയെ അറിയിച്ച അദ്ഭുത പുസ്തകമാണ് ഖസാക്കിന്റെ ഇതിഹാസം. രവി അമ്മയുടെ വയറും ചാരി കിടക്കുമ്പോൾ അവർ പറയുമായിരുന്നു, നക്ഷത്രക്കുട്ടാ, കൽപ്പകവൃക്ഷത്തിന്റെ തൊണ്ട് കാണണോ? വെയിലെരിയുന്ന മാനത്ത് നോക്കിയിരുന്നാൽ മതി. കുറേ നേരം അങ്ങനെ നോക്കുമ്പോൾ സ്ഫടികമണികൾ കോർത്തിണക്കിയ പോലെ എന്തോ കണ്ണനങ്ങുന്നതിനോടൊപ്പം ഇളകുന്നത് കാണാം. ഇമ തല്ലി മിഴിച്ചാൽ അത് കാണാതാകും. ദേവന്മാർ ഇളനീര് കുടിച്ച് തൊണ്ടുകൾ താഴോട്ടെറിയുകയാണത്രേ. നേരത്തെ നിശ്ചയിക്കപ്പെട്ട വഴിയമ്പലങ്ങൾ തേടി ഖസാക്കിലെത്തിയ രവി, കയ്യിൽ നീലഞ്ഞരമ്പോടുന്ന മൈമൂന, അള്ളാപ്പിച്ച മൊല്ലാക്ക, അപ്പുക്കിളി, മാധവൻ നായർ തുടങ്ങി 2 മിനിറ്റല്ല 2 ദിവസം പറഞ്ഞാലും തീരാത്ത കഥകളുമായി ഖസാക്കിന്റെ ഇതിഹാസം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പരക്കുന്നു.